എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മാസ്റ്റർ പ്ലസ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. തുല്യത റെഗുലർ പഠനങ്ങളിലൂടെ +1 +2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ് ഈ ചാനലിലൂടെ നൽകുകയാണ്. നിങ്ങൾ ഈ ചാനൽ ഉപകാരപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇത് ഒന്നാമത്തെ +1 ഒന്നാമത്തെ ചാപ്റ്റർ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്, മൂന്നാമത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് മൂന്നാമത്തെ ക്ലാസ് കാണുന്നതിന് മുന്നേ 1ഉം 2ഉം ഭാഗങ്ങൾ നിങ്ങളിതിന് കാണണം. അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നൽകിയിട്ടുണ്ടാവും. അത് കണ്ടതിന് ശേഷം കുട്ടികൾ ഈ ക്ലാസ് കാണുക. നമ്മൾ മൂന്നാമത്തെ ഭാഗത്ത് ഇന്ന് നമ്മൾ എടുക്കുന്നത് കടമെടുത്ത ആശയങ്ങൾ എന്നുള്ളതാണ്. മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ. ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഭരണഘടന, അതിൻ്റെ 5 ധർമ്മങ്ങൾ. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഭരണഘടനാ നിർമ്മാണ സഭയും ഭരണഘടനാ നിർമ്മാണവുമാണ് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞത്. നമ്മൾ മൂന്നാമത്തെ ഇതിൽ പറയുന്നത് കടമെടുത്ത ആശയങ്ങൾ. ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 കമ്മിറ്റികളുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ കമ്മിറ്റികൾക്ക് ഓരോ വിഷയങ്ങൾ കൊടുക്കുകയും ആ വിഷയങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അവർ സഭയ്ക്ക് അവരുടെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്ത് അതിൻ്റെ ക്രോഡീകരണം, ഈ റിപ്പോർട്ടുകളുടെയൊക്കെ ക്രോഡീകരണത്തിലൂടെയാണ് മനോഹരമായ ഒരു ഭരണഘടന ഭാരതത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ നിർമ്മിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ആശയങ്ങൾ ലോകത്തിൽ അന്ന് നിലവിലുള്ള രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ ഏതൊക്കെ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും ഏത് ആശയം എടുത്തു? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോദ്യം. പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ്, ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ഫൈനൽ എക്സാമിന് പോലും നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം. അടിവരയിട്ട് നമ്മൾ രേഖപ്പെടുത്തി വെച്ചോളൂ. നിങ്ങളുടെ നോട്ടിൽ അതുപോലെ തന്നെ ടെസ്റ്റിൽ സൈഡിൽ നിങ്ങൾ വെരി ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക. കടമെടുത്ത ആശയങ്ങൾ ഏത് രാജ്യത്ത് നിന്ന് എടുത്ത ആശയമാണ്, ഏത് രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഏത് ആശയം എടുത്തു എന്ന് പരീക്ഷയ്ക്ക് നിർബന്ധമായും ചോദിക്കും. അത് കൃത്യമായി എന്താണ് അതിനെക്കുറിച്ച് ഓരോ രാജ്യത്തെയും ഭരണഘടനയിൽ നിന്ന് എടുത്ത ആശയങ്ങൾ പഠിച്ചു പോകുക. ഇവിടെ ഒന്നാമത്തെ നമ്മുടെ 200 വർഷക്കാലം ഇന്ത്യ ഭരിച്ച ബ്രിട്ടനിൽ നിന്നും നമ്മൾ എന്തൊക്കെ ആശയങ്ങൾ എടുത്തു അല്ലേ? ഒന്ന് നമ്മളെടുത്തത് FPTP സിസ്റ്റമാണ്. FPTP സിസ്റ്റം അല്ലേ, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം, കേവല ഭൂരിപക്ഷ സംവിധാനം. തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷ സംവിധാനമാണ് നമ്മൾ സ്വീകരിച്ചത്. അതായത് കുറേ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു, അതിൽ എന്താണ് അല്ലേ, ചിലപ്പോൾ ഒരു വോട്ടെങ്കിലും കൂടുതൽ കിട്ടിയ ഒരാൾ ജയിക്കുന്നു. റിലേറ്റീവ് മെജോറിറ്റി സിസ്റ്റം എന്ന് പറയും FPTP സിസ്റ്റം. തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ ഈ സംവിധാനത്തെക്കുറിച്ച്, FPTP സിസ്റ്റത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ പറയാം. FPTP സിസ്റ്റം കേവല ഭൂരിപക്ഷ സംവിധാനം എന്ന് പറയുന്ന എലക്ഷനിൽ നമ്മൾ സ്വീകരിച്ച ആശയം. ലോക്സഭയിലേക്ക്, സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്ക്, ലോക്കൽ ബോഡീസിലേക്കൊക്കെ നമ്മൾ സ്വീകരിക്കുന്ന എലക്ഷൻ സിസ്റ്റം, ഈ സിസ്റ്റം നമ്മളെടുത്തത്, ഈ ആശയം നമ്മളെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. രണ്ടാമത്തെ നമ്മൾ അവിടെ നിന്നെടുത്ത പാർലമെൻ്ററി വ്യവസ്ഥയാണ്. പാർലമെൻ്ററി വ്യവസ്ഥ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് പാർലമെൻ്ററി സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത് അല്ലെ. രാഷ്ട്രത്തലവൻ പ്രസിഡൻറ്റും ഗവൺമെൻറ് തലവൻ എന്താണ് പ്രധാനമന്ത്രിയും ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് പാർലമെൻ്ററി സിസ്റ്റം. ഇന്ത്യയിലെ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരങ്ങൾ ഇന്ത്യയുടെ പാർലമെൻറ്റിനാണ്. ഈ സിസ്റ്റം നമ്മൾ കടമെടുത്തത്, ഈ ആശയം നമ്മൾ കടമെടുത്തത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. മൂന്നാമത്തത് നിയമവാഴ്ച, റൂൾ ഓഫ് ലോ. ഇന്ത്യയിൽ നിയമമാണ് എല്ലാം. നിയമത്തിൻ്റെ ഉപരിയായിട്ട് ഒന്നുമില്ല.
എല്ലാം നിയമത്തിൻ്റെ അണ്ടറിലാണ് നിൽക്കുന്നത്. അല്ലേ, രാജ്യത്തിൻ്റെ സമാധാനവും ശാന്തിയും അതുപോലെ തന്നെ സ്വൈരവും സ്വസ്ഥതയും നിലനിർത്തുന്നത് നിയമവാഴ്ചയാണ്, റൂൾ ഓഫ് ലോ ആണ്. രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റും വയലേലകളിൽ പണിയെടുക്കുന്ന ഒരു സാധാരണക്കാരനും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണ്. ഈക്വാളിറ്റി ബിഫോർ ദി ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ എന്നാണ് നിയമം പറയുന്നത്. ആ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. അടുത്തത് സ്പീക്കർ. സ്പീക്കർ എന്ന പദവി, അല്ല, ഇന്ത്യയിലെ സ്പീക്കർക്കൊരു ബഹുമാനം കൊടുക്കുന്നുണ്ട്. എല്ലാവരും, പ്രതിപക്ഷ നേതാവും ഭരണപക്ഷ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും സഭാ അംഗങ്ങളൊക്കെ സാർ സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പീക്കറെ അഭിസംബോധന ചെയ്യാറുള്ളത്. സഭയുടെ നാഥനാണ്. ഒരു സഭയിലെ നടത്തിപ്പ് സ്പീക്കറാണ് നിർവഹിക്കുന്നത്. ഇന്ത്യയിലെ സ്പീക്കർ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്ത ഈ ആശയം, ബ്രിട്ടനിലെ അതേ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യയിലും സ്പീക്കർ സ്ഥാനത്ത് ഉള്ളത്. എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ നിഷ്പക്ഷനായി പ്രവർത്തിക്കുന്ന ആളാണ് സ്പീക്കർ, സഭാനാഥൻ. അല്ല, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സഭയിൽ വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ വോട്ടെടുപ്പ് തുല്യമായാൽ മാത്രമേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റൂ. സഭയിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് വോട്ടെടുപ്പ് നടന്നു, അല്ലേ, ഒരു 120 വോട്ട് എതിർത്തും അനുകൂലിച്ചും 120 വോട്ട് എതിർത്തും വന്നാൽ ടൈ ആയി. ആ സമയത്ത് മാത്രമേ ഇന്ത്യയിലെ സ്പീക്കർ വോട്ട് അവകാശം നിർവഹിക്കുള്ളൂ. അതിനെ കാസ്റ്റിംഗ് വോട്ട് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സഭയിൽ നിഷ്പക്ഷനായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സ്പീക്കർ. ആ നിഷ്പക്ഷനായി പ്രവർത്തിക്കുന്ന ആ സ്പീക്കർ, ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്ന സ്പീക്കറുടെ അതേ ആശയം തന്നെയാണ്, അതേ രീതിയിലുള്ള സ്പീക്കർ പൊസിഷനാണ് നമ്മളും എടുത്തത്. ഈ ആശയം നമ്മൾ എടുത്തത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അല്ലാതെ അമേരിക്കയിലെ സ്പീക്കറെ പോലെയല്ല, പക്ഷപാതം കാണിക്കില്ല എന്നുള്ളതാണ് സ്പീക്കർ പൊസിഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സ്പീക്കർ എന്ന് പറയുന്ന പദവി നമ്മൾ എടുത്തത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, അല്ലേ. അതുപോലെ തന്നെ നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ, അല്ലേ, നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ, ഇന്ത്യയിലെ നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ, ഈ ആശയം നമുക്കറിയാലോ. ഇന്ത്യ നിയമം നിർമ്മിക്കുന്നത് നിയമനിർമ്മാണ സഭയാണ്. ഇന്ത്യക്ക് മൊത്തം നിയമങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ പാർലമെൻറ്റാണ്. ലോക്സഭയും രാജ്യസഭയും കൂടിയ ഇന്ത്യയുടെ പാർലമെൻറ്റാണ് ഇന്ത്യക്ക് വേണ്ടി മൊത്തം നിയമം നിർമ്മിക്കുന്നത്, അല്ലേ. ആ നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ നമ്മൾ ആ ആശയം ഏത് രീതിയിലുള്ള ബ്രിട്ടനിൽ നടക്കുന്ന അതേ രീതിയിലാണ്, അല്ലേ. ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, കമ്മിറ്റി സ്റ്റേജ്, റിപ്പോർട്ട് സ്റ്റേജ്, തേർഡ് റീഡിങ് എന്നൊക്കെ അത് നമ്മൾ അങ്ങോട്ട് എടുക്കുന്നുണ്ട്, തുടർന്ന് വരുന്ന പാഠങ്ങളിൽ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ നമ്മൾ ആ ആശയം കടമെടുത്തത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്തത് എന്താണ്? നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അർദ്ധ ഫെഡറൽ സിസ്റ്റം, ക്വാസി ഫെഡറൽ സിസ്റ്റം. ഇന്ത്യ പൂർണ്ണമായി ഒരു ഫെഡറേഷൻ അല്ല. ഇന്ത്യ ഒരു ഫെഡറേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, അല്ലേ. ഇന്ത്യൻ ഫെഡറേഷന് യൂണിറ്ററി സ്വഭാവമുണ്ട്, ഫെഡറൽ സ്വഭാവമുണ്ട്. ഈ ഒരു ആശയം നമ്മൾ കടമെടുത്തത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഫെഡറേഷൻ എന്ന് പറയുന്നൊരു പാഠമുണ്ട്. ആ സമയത്ത് നമുക്ക് എന്താണ് യൂണിറ്ററി, എന്താണ് ഫെഡറേഷൻ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കാം. ഇപ്പോൾ ഈ ആശയം മനസ്സിലാക്കുക. വിശദീകരിച്ചുകൊണ്ട് ക്ലാസ്സിലെടുത്താൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ട് അത് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഒരു പാഠമുണ്ട്. ആ സമയത്ത് നമ്മൾ എടുക്കാം. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് മാത്രമല്ല, ഇത് പഠിക്കാനുണ്ട്. ഇവിടെ പറയുന്ന കടമെടുത്ത ആശയങ്ങൾ ഓരോന്നും ഓരോ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ പോയിന്റുകൾ മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. അതുകൊണ്ട് ക്വാസി ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന, അർദ്ധ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ അവശിഷ്ട അധികാരങ്ങൾ, അല്ലേ. ആ അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താ അവശിഷ്ടാധികാരങ്ങൾ? അല്ല, ഇന്ത്യയിലെ അധികാരങ്ങൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 3 ലിസ്റ്റുകളിലായി തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ഈ 3 ലിസ്റ്റുകളിലും പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ടാധികാരങ്ങൾ. ഈ അവശിഷ്ടാധികാരങ്ങൾ ആർക്കാണ് കൊടുത്തത്? കേന്ദ്ര ഗവൺമെൻറ്റിനാണ് കൊടുത്തത്. അവശിഷ്ടാധികാരങ്ങൾ ആർക്ക് കൊടുത്തു? കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്തു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദീകരിച്ചുകൊണ്ട് തുടർന്നുള്ള പാഠങ്ങളിലുണ്ട്. അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, അല്ലേ. ക്വാസി ഫെഡറൽ സിസ്റ്റം, അവശിഷ്ട അധികാരങ്ങൾ.
ഇനി ഫ്രഞ്ച് ഭരണഘടന അല്ലേ, ഫ്രഞ്ച് ഭരണഘടന. ആ ഫ്രഞ്ച് ഭരണഘടന നമ്മൾ എടുത്തത് 2 പ്രധാനപ്പെട്ട ആശയങ്ങളാണ്: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അതുപോലെ തന്നെ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയവും അല്ലേ. ലോകത്തിൽ എല്ലാ സ്വാതന്ത്ര്യ സമരങ്ങൾക്കും പ്രേരണയും പിന്തുണയും നൽകിയ ഊർജം പകർന്ന ആശയമായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ ആശയം നമ്മൾ കടമെടുത്തത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മൾ കടമെടുത്ത മറ്റൊരു ആശയമാണ് റിപ്പബ്ലിക്. എന്താ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി മാസം 26-ാം തീയതിയാണ് അല്ലേ. ജനായത്ത രീതിയിൽ ഒരു രാഷ്ട്രത്തിൻ്റെ തലവനെ ജനായത്ത രീതിയിൽ തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളുടെ പ്രതിനിധിയാണ്, ജനകീയ രീതിയിലാണ്. ജനങ്ങളുടെ പ്രതിനിധികൾ വോട്ട് ചെയ്താണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ്. ഈ ആശയം നമ്മൾ കടമെടുത്ത എവിടെ നിന്നാണ്? ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്തത് അമേരിക്കൻ ഭരണഘടന, US ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ. ഒന്ന് FR, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ എന്ന ആശയം നമ്മൾ കടമെടുത്തത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ, ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനൽ എക്സാമിന് നിർബന്ധമായും നിങ്ങളോട് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും അല്ലേ. മൗലിക അവകാശങ്ങൾ എന്താണെന്നുള്ളത് വളരെ വിശദീകരിച്ചു. റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 2ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട് മൗലിക അവകാശങ്ങളെക്കുറിച്ചൊക്കെ. ഇന്ത്യൻ ഭരണഘടന 3ാമത്തെ ഭാഗത്ത് 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയത്. ഈ ആശയം നമ്മൾ കടമെടുത്തത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്തത് നീതിന്യായ പുനഃപരിശോധന, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം അല്ലേ. ജുഡീഷ്യൽ റിവ്യൂ, ഗാർഡിയൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ നീതിന്യായ സംവിധാനമാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയൊക്കെയാണ് അല്ലേ. നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം കൊടുത്തത് ഭരണഘടന നിയമനിർമ്മാണ സഭയ്ക്കാണ്. എന്നാൽ നിയമനിർമ്മാണ സഭ രാജ്യത്തിലെ അടിസ്ഥാന നിയമസംഹിതയായ ഭരണഘടനയ്ക്ക് എതിരായി ഏതെങ്കിലും രീതിയിൽ നിയമങ്ങൾ നിർമ്മിച്ചാൽ അത് റദ്ദ് ചെയ്യാനുള്ള കോടതിയുടെ അധികാരത്തെയാണ് ജുഡീഷ്യൽ റിവ്യൂ അധികാരം എന്ന് പറയുന്നത്. അതിലൂടെ ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കുകയാണ് കോടതി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ആശയം നമ്മൾ കടമെടുത്ത് എവിടെ നിന്നാണ് കടമെടുത്തത്? ആ ആശയം കടമെടുത്തത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അല്ലേ. അടുത്തത് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യൽ സിസ്റ്റമാണ് ഇന്ത്യയിൽ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യൽ സിസ്റ്റമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യൻ നീതിന്യായ സംവിധാനം എക്സിക്യൂട്ടീവിൻ്റെയോ ലെജിസ്ലേച്ചറിൻ്റെയോ കീഴിലല്ല പ്രവർത്തിക്കുന്നത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതി നിർവഹിക്കണമെങ്കിൽ ജുഡീഷ്യറി സ്വതന്ത്രമായിരിക്കണമെന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഭിപ്രായമുയർന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന, സ്വതന്ത്രമായ നീതിന്യായ വിഭാഗം എന്ന് പറയുന്ന ആശയം നമ്മൾ അമേരിക്കയിൽ നിന്നും കടമെടുത്തത്. അടുത്തത് എന്താണ്? ആമുഖം എന്ന് പറയുന്ന ആശയം, പ്രിയാമ്പിൾ എന്ന് പറയുന്ന ആശയം അല്ലേ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖമുണ്ട്. ആ ആമുഖം അല്ലേ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ രൂപാന്തരപ്പെട്ടു വന്നതാണ്. ഈ ആശയം നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇനി അടുത്തത് ദക്ഷിണാഫ്രിക്കൻ ഭരണഘടന ഭേദഗതി അല്ലേ. ഭരണഘടന ഭേദഗതി എന്ന് പറയുന്ന ആശയം, ഉദാഹരണമായി നമ്മളുടെ ഭരണഘടന ഈ നിലവിൽ വന്നത് 1950 ജനുവരി മാസം 26-നാണ്. എന്നാൽ നമ്മളിപ്പോൾ ജീവിക്കുന്നത് 2024-ലാണ്. 1950 ജനുവരി മാസം 26-ലെ സാഹചര്യമല്ല 2024. അതുകൊണ്ട് ഭരണഘടന കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാവണം. ആ മാറ്റങ്ങൾ വരുത്തുന്നത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അല്ലേ. ഭരണഘടനാ ഭേദഗതി നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന 368-ാമത്തെ ഭരണഘടനാ ആർട്ടിക്കിളിലാണ്. ഇന്ത്യൻ ഭരണഘടന 368-ാമത്തെ ആർട്ടിക്കിളിലാണ്, വകുപ്പിലാണ് ഭേദഗതി നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്നത്. അത് വളരെ വിശദീകരിച്ചുകൊണ്ട് ഇതൊരു ലിവിങ് ഡോക്യുമെൻ്റ് ആണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, ആ സമയത്ത് പറയാം. ഭരണഘടന ഭേദഗതി എന്ന് പറയുന്ന ആശയം സ്വീകരിച്ചത് ദക്ഷിണാഫ്രിക്ക. അടുത്തത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, അയർലൻഡിൻ്റെ ഭരണഘടന. ഏതാശയമാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തത്? നമ്മൾ പരിശോധിക്കുകയാണ്. ഏതാണ്? DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വം
അല്ലേ? രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വിശദീകരിച്ച് പഠിക്കുന്നുണ്ട് എന്താണ് നിർദ്ദേശക തത്വം. ഭരണഘടനയുടെ 4ാമത്തെ ഭാഗത്താണ് ഉൾപ്പെടുത്തിയത്. 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളിലാണ് ഉൾപ്പെടുത്തിയത്. ആ നിർദ്ദേശക തത്വം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്തത് തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ, അല്ലേ? തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ എന്ന് പറയുന്ന ആശയവും നമ്മൾ കടമെടുത്ത് എവിടെ നിന്നാണ്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇന്ത്യയിലെ രാഷ്ട്രത്തലവൻ രാജഭരണമല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. രാജാവ്, അദ്ദേഹത്തിൻ്റെ മകൻ, ആ രീതിയിലല്ല വരുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടുണ്ട്, അല്ലേ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇപ്പോൾ ദ്രൗപദി മുർമു ഒരു ആദിവാസി കുടിലിൽ ജനിച്ച് വളർന്ന്, അല്ലേ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ അല്ലേ, താരോദയമായി മാറി ഇപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് മാറിയിട്ടുണ്ട്, അല്ല? അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ്, അല്ലേ? ഒരു ആദിവാസി സഹോദരി ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് മാറിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിലൂടെയാണ് വരുന്നത്, അല്ലേ? തെരഞ്ഞെടുപ്പിലൂടെയാണ് വരുന്നത്. ആ ആശയം നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം, കൺകറൻറ്റ് ലിസ്റ്റ്, അല്ലേ? അതായത് ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അധികാരത്തെ പ്രധാനമായും 3 ലിസ്റ്റുകളിലായിട്ട് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. 3 ലിസ്റ്റുകളിലായിട്ട്. 1 യൂണിയൻ ലിസ്റ്റ്, 2 കൺകറൻറ്റ് ലിസ്റ്റ്, 3 സ്റ്റേറ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, അല്ലേ? 3 ലിസ്റ്റുകളിലായിട്ട് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദീകരിച്ചുകൊണ്ട് തുടർന്ന് വരുന്ന പാഠങ്ങളിലുണ്ട്, ആ സമയത്ത് പറയാം. ഇപ്പോൾ സംയുക്ത ലിസ്റ്റ് എന്ന് പറയും, കൺകറൻറ്റ് ലിസ്റ്റ്, അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരേ സമയം കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും നിയമനിർമ്മാണം നടത്താനും നടപ്പിലാക്കാനും അധികാരമുള്ള വിഷയങ്ങൾ ഉൾപ്പെടുന്ന ലിസ്റ്റാണ് കൺകറൻറ്റ് ലിസ്റ്റ്. ഈ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, അല്ലേ? അടുത്തത് ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അടിയന്തരാവസ്ഥ, അല്ലേ? അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ 3 അടിയന്തരാവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ, അല്ലേ? ദേശീയ അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ 352-ാമത്തെ ആർട്ടിക്കിൾ, അല്ലേ? സംസ്ഥാന അടിയന്തരാവസ്ഥ 356-ാമത്തെ ആർട്ടിക്കിൾ, സാമ്പത്തിക അടിയന്തരാവസ്ഥ 360-ാമത്തെ ആർട്ടിക്കിൾ. ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് മറ്റൊരു ഭാഗത്ത് പറയാം. ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്ത് എവിടെ നിന്നാണ്? ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്കറിയാം. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, US കോൺസ്റ്റിറ്റ്യൂഷൻ, ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങി ലോകത്തിലെ അന്ന് നിലവിലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും ആശയങ്ങൾ സ്വീകരിച്ച് ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾക്ക് യോജിക്കുന്ന ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. പരീക്ഷയ്ക്ക്, ഫൈനൽ എക്സാമിന് നിർബന്ധമായും നിങ്ങൾ അടിവരയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ ഓൾ.